എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ പാറ്റേൺ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. സിവിൽ എഞ്ചിനീയേഴ്സിന് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ? അതായത് BIM എഞ്ചിനീയേഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജസ്റ്റ് ലിങ്ക്ഡിനിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ വന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു സ്ക്രീൻഷോട്ടിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇന്ന് ജസ്റ്റ് നോക്കിയ സമയത്ത് കണ്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഇത്രയധികം അവസരങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡിന് ഉണ്ടാവുന്നു? വേറെ ഒന്നല്ല, കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം ജോലി സാധ്യത ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ എടുക്കുന്ന കയ്യിലെടുത്തിട്ട് ഗൂഗിളിൽ ജസ്റ്റ് BIM എഞ്ചിനീയർ ജോബ്സ് ഒന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കൂ, എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലിങ്ക്ഡിനിലൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ്ലി പ്രോപ്പർലി എത്ര അവസരങ്ങളുണ്ടെന്ന് ഡേ ബൈ ഡേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു BIM എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റിയുള്ള നോളജും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ റെഡി ആയിട്ടുള്ള ഒരു സ്കിൽഡ് പേഴ്സൺ ആയിട്ട് മാറുക എന്നുള്ളതാണ്. സിവിൽ എഞ്ചിനീയേഴ്സിൽ ITI, ഡിപ്ലോമ, BTech, MTech എന്ത് കഴിഞ്ഞോ നിങ്ങൾ, അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് കഴിഞ്ഞോ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷനാണ് BIM എന്ന് പറയുന്നത്. BIM, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. ഓക്കെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ അകത്ത് ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ഡിസൈൻ സ്റ്റേജ് മുതൽ അത് ഡിമോളിസേഷൻ സ്റ്റേജ് വരെ, അതായത് പൊളിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് 3D മോഡലായിട്ട് ചെയ്യാൻ പറ്റും. 3D മോഡലായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ നമ്മുടെ നാട്ടിലൊക്കെ ഡ്രോയിങ്സ് ഒരു വലിയ പേപ്പറിലാണ് വരച്ചിട്ടാണ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ, നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടിരുന്നത് വലിയ പേപ്പറിലാണ് വരച്ചുകൊണ്ടിരുന്നത്. ഈ പേപ്പറിൽ വരച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കറക്ഷൻസ് വരുമ്പോൾ ഈ ഡ്രോയിങ്സ് മാറ്റി വരയ്ക്കേണ്ട ഒരു ആവശ്യം വരും. ഒരുപാട് ടൈം വേസ്റ്റിംഗ് ആണ്, ഒരുപാട് എഫേർട്ട് വേണം. ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മളെ BIM കൺസെപ്റ്റിലേക്ക് വന്നാൽ, ബിൽഡിംഗ് ഇൻഫർമേഷൻ കൺസെപ്റ്റിലേക്ക് വന്നാൽ. ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിനകത്ത് വരികയാണെങ്കിൽ. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ BIM 360 ആണ്, ഒരുപാട് സോഫ്റ്റ്വെയർസിൻ്റെ ഒരു സങ്കരാണ്. ഓക്കെ, അതുപോലെ തന്നെ റിവിറ്റ് വരുന്നുണ്ട്, നേവിസ് വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ആണ്. ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു നോളജ് ഉണ്ടാവുന്നില്ല. അപ്പം കംപ്ലീറ്റ്ലി എല്ലാം കൂടി പഠിച്ച് പ്രോപ്പർലി അലൈൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നല്ല രീതിയിൽ എന്താ പറയുക ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഒരുപാട് സ്ക്രീൻഷോട്ടുകളൊക്കെ. BIM എഞ്ചിനീയേഴ്സ്, BIM മോഡലർ, BIM കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഓഫ് ജോബ്സ് പോസ്റ്റുകളാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ കുറച്ച് ടെക്നിക്കൽ നോളജുകളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ അക്കാദമിക്സും ഇപ്പോൾ റിയാലിറ്റി തമ്മിലൊരു ഗ്യാപ്പ് ഫില്ലിംഗ് എന്നുള്ള സംഭവം ക്ലിയർലി ഈ ഒരു അപ്സ്കില്ലിങ്ങിൻ്റെ അകത്തോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞത് എന്താ പറയുക, നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്കിപ്പം പറയുകയാണെങ്കിൽ എൻട്രിയിലെ BIM കോഴ്സിൻ്റെ അകത്ത് ഏകദേശം 7 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ലൈവ് പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ എങ്ങനെ മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ആ ഒരു കോഴ്സിനകത്തൂടെ പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പ്ലേസ്മെൻറ്റിനകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂസേഴ്സിൻ്റെ അകത്ത് കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. അതിപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട്, എൻട്രിയിൽ മാത്രമല്ല വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. പക്ഷേ അതെങ്ങനെ ജോലിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനാദ്യം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ CV ആണ്. ഓക്കെ, CV ആണ്. നിങ്ങൾ ഏതൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന ഒരു കോൾ വന്നപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ CV ആണ് അതിലേക്ക് പോകുന്നത്. CV പോകുന്ന സമയത്ത് CV സെലക്റ്റഡ് ആവാനുള്ള ഒരു ATS സ്കോർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ATS സ്കോർ എന്ന് പറഞ്ഞത് അതായത് നമുക്ക് വേണ്ട കുറേ കീവേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വേക്കൻസിക്ക് തന്നെ 1000-ലധികം അപ്ലിക്കേഷൻസ് വരും. ഈ 1000-ലധികം അപ്ലിക്കേഷൻസ് മാനുവലി ചെക്ക് ചെയ്യാൻ ഒരിക്കലും പോസിബിൾ ആയുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഇപ്പം ഓൺലൈൻ അല്ലെങ്കിൽ AI ടൂൾസ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട കുറച്ച് കീവേഡ്സ് ഇല്ലേ, അതായത് 1000-ന് വേണ്ട ഒരു 10 നമ്പേഴ്സ് അവർക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കീവേഡ്സ് കൊടുക്കും. ഈ കീവേഡ്സ് ആണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ കീവേഡ്സ് എങ്ങനെ നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമുക്കൊരു AI ടൂൾ ഉണ്ട്. ആ AI ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട റെസ്യൂമേഴ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനുള്ള ഹെൽപ്പും കൂടി നമ്മൾ സൈഡിൽ തരും. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങളുടെ CV സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ അടുത്ത സെഷൻ ആണ് HR ഇൻ്റർവ്യൂ ആണ്. ഈ HR ഇൻ്റർവ്യൂവിൻ്റെ ട്രെയിനിങ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ക്ലാസ്സസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടെക്നിക്കൽ സെഷനേക്കാൾ മുമ്പേ നിങ്ങൾക്ക് ഈ 2 ഫേസസ് CV പ്രിപ്പറേഷനും HR സെഷനും നിങ്ങളെ സ്ട്രോങ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ
ടെക്നിക്കൽ ക്ലാസ്സസിനകത്തേക്ക് സ്റ്റാർട്ട് ചെയ്യേ പോലുള്ളൂ. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലിക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനും ജോലി നേടാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 3 കോഴ്സസ്, അതായത് ക്വാണ്ടിറ്റി സർവേയിങ് ആയിക്കോട്ടെ, സ്ട്രക്ചറൽ ഡിസൈൻ ആയിക്കോട്ടെ, MEP ഡിസൈൻ ആയിക്കോട്ടെ, ഈ 3 കോഴ്സസിനകത്തും കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള മറ്റു കോഴ്സസ് ആണ്. ഇത് പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തത്. അവിടെ സക്സസ് ആയ പാറ്റേൺ ആണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ HR സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടെക്നിക്കൽ പഠിക്കും. ടെക്നിക്കൽ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന ടെക്നിക്കൽ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി BIM-ന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ലൈവ് പ്രോജക്ട്സ് ഇൻ മിഡിൽ ഈസ്റ്റ് ആണ്. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോജക്റ്റ് വെച്ചാണ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ആ ക്ലാസ്സസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ടെക്നിക്കൽ നോളജ് ആണ്. നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കറന്റ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരുപാട് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ QSന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് 10 പേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ 8 പേരും സെലക്റ്റഡ് ആകുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിന്റെ പാറ്റേൺ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വൈഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ആളുകളായിരിക്കും ഡിഫറെൻറ്റ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. അവരുടെ ഒരു എക്സ്പെർട്ടൈസ് ആണ് നമുക്ക് ഇവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഈ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പ്രോപ്പർ റിസൾട്ട് മാർക്കറ്റിൽ ഇപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ട ജോലി, ഇന്ത്യയിലാണോ, ഇന്ത്യയിൽ വേണ്ട സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പുറത്ത് വേണ്ടത്, അതായത് അബ്രോഡാണ്, ഇപ്പോൾ UAE-യിലാണോ അല്ലെങ്കിൽ സൗദിയിലാണോ, എവിടെയാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടത്, ആ ലെവലിലുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമുക്കൊരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന സാറുമാർ സ്ഥിരമായിട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു അക്കാദമി എന്നുള്ള രീതി തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ചട്ടക്കൂടിലേക്ക് മാറിക്കഴിയും. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കറക്റ്റ് നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറന്റ് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഒരുപാട് സക്സസ് ഉണ്ട്, അതിൻ്റെ ഒരു റിസൾട്ടും ഉണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ അപ്സ്കില്ലിങ്ങിനകത്ത് 50 പ്ലേസ്മെന്റ്സ് മാത്രമായിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് 500 പ്ലേസ്മെന്റ് ക്ലോസ് ചെയ്തു. അതായത് 2023 50 ആണെങ്കിൽ 2024 500 പ്ലേസ്മെന്റ്സ് ക്ലോസ് ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിലെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മാത്രം എഫേർട്ടല്ല, നിങ്ങളുടെ ചാൻസസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇനി അടുത്ത വർഷം നോക്കുകയാണെങ്കിൽ ഒരു 30 to 40% ഇൻക്രിമെൻ്റ് ആണ് നമ്മളവിടെ എക്സ്പെക്ട് ചെയ്തത്. അതായത് കൺസ്ട്രക്ഷൻ മേഖലയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൂടി വരും. ഈ ഒരു ന്യൂ ഇയറിന് നിങ്ങളുടെ റെസൊല്യൂഷനാക്കി മാക്സിമം ഈ ഒരു അവസരം എടുക്കുക. BIM എന്ന് പറഞ്ഞ കോഴ്സ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാകുന്ന രീതിയിൽ കോഴ്സ് തന്നെയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മാക്സിമം റിസൾട്ട് നമുക്കും വേണം, നിങ്ങൾക്കും വേണം. അത് നമ്മൾ എന്തായാലും അഷ്യൂർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാട് ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സ് കറക്റ്റ് പ്രോപ്പർലി റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരും. എന്തൊക്കെയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. നിങ്ങളുടെ ഒരു ജേണി, സിവിൽ എഞ്ചിനീയറിൻ്റെ ജേണി നിങ്ങളൊരു കറക്റ്റ് നിങ്ങളുടെ കോർ ഫീൽഡിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.